പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനോടുള്ള ഒരത്ഭുത പ്രാർത്ഥനയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം ഈ പ്രാർത്ഥന. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ടതായിട്ട് വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയായിരുന്നു അന്ന് ചൊല്ലിയിരുന്നത്. കാരണം അന്ന് ഒരുപാട് പ്രാർത്ഥനകളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു പരിശുദ്ധാത്മാവിനോടുള്ള ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ 3 ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുമെന്ന് പരിശുദ്ധാത്മാവിന് ഉറപ്പ് നൽകണം. 1, അപേക്ഷ സാധ്യമായാൽ ഈ പ്രാർത്ഥന പ്രസിദ്ധീകരിക്കും. 2, ഈ പ്രാർത്ഥനയുടെ പകർപ്പുകൾ എത്രയധികം ആളുകളിൽ എത്തിക്കാമോ അത്രയധികം ആളുകളിൽ എത്തിക്കുമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ അനേകരിലേക്ക് എത്തിക്കാൻ. നമുക്ക് മൊബൈലിലൂടെ ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ എത്തിക്കാൻ പറ്റും. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അന്ന് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതിരുന്നൊരു കാലമായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്നത്, പ്രാർത്ഥിച്ചെൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പേപ്പറിൽ ഈ പ്രാർത്ഥന എഴുതി കൂട്ടുകാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു തവണ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞത്. 200 പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങി തന്നിട്ട് പഠിക്കാൻ വേണ്ടി വാങ്ങി തന്നതാ. വളരെ പെട്ടെന്ന് തന്നെ ആ ബുക്ക് തീർന്നു. അമ്മ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വളരെ കുറച്ച് താളുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ കീറി ഈ പ്രാർത്ഥന ഇരുന്ന് എഴുതി ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. കാരണം എനിക്ക് എന്ത് കാര്യവും ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് സാധിച്ചു കിട്ടുമായിരുന്നു. അത്രയും ശക്തിയുള്ള, എനിക്ക് വലിയ വിശ്വാസമുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് കേട്ടോ ഇത്. പരീക്ഷാ സമയങ്ങളിൽ എൻ്റെ ധൈര്യവും ആശ്രയവും ഈ പ്രാർത്ഥനയായിരുന്നു. ഒരു ക്ലാസ്സിൽ പോലും തോൽക്കാതെ പഠിക്കാനും അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങി വിജയിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ അതേതുമായിക്കൊള്ളട്ടെ, ഈ സമയം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവേ, എനിക്കെല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ് തരുന്ന ദൈവീക ദാനം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലുമുള്ളവനുമായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്നും അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. നിത്യമഹത്വത്തിൽ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് എത്രയും വേഗം നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സഹായകനായ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, സഹായത്തിനായി എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.